LDF വളരെ പെർഫെക്റ്റ് ആണ്, LDF ഒരു പിഴവുമില്ല, LDF ആണ് സമ്പൂർണ്ണർ എന്ന മട്ടിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്യാൻ ഇറങ്ങിയാൽ ജനത്തിന് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് സെൻസ് ചെയ്യുന്ന ആളാണ് MA ബേബി. ഞങ്ങൾ പെർഫെക്റ്റ് ആണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ എന്ന് പറയാൻ പോയാൽ നിങ്ങൾ അത്ര പെർഫെക്റ്റ് അല്ല, നിങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ തല തല്ലി മറ്റാരുണ്ട് എന്ന LDF പരസ്യവാചകത്തെ കുറച്ച് പ്രശ്നമുണ്ട്. MA ബേബി പല കാര്യത്തിലും CPIM-ന്റെ കേരള സ്റ്റേറ്റ് ഘടകത്തിന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. സമുദായ സംഘടനകളെ ചാപ്പയടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യത്യസ്ത നിലപാടാണ് ഉണ്ടായിരുന്നത്. ഈ സെൻസ് ഇന്നാണോ വരുന്നത് എന്റെ ചോദ്യം. അത് അദ്ദേഹം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമയം ആൾക്കാർ വോട്ട് ചെയ്യാണ്, നിങ്ങൾ അതൊന്നും വെച്ചിട്ട് ഞങ്ങളോട് പകവെക്കല്ലേ എന്ന് പറയാം അദ്ദേഹം. ഞങ്ങൾക്കറിയാം ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ അങ്ങനെ സമ്പൂർണ്ണരാണ്, ഞങ്ങൾ ദൈവതുല്യരാണ്, ഞങ്ങൾക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചില പിഴവൊക്കെ സഹജമായത് പറ്റിപ്പോയിട്ടുണ്ട്, അത് ഓർത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് പണിയല്ലെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കുന്നു, അത് വളരെ ക്വാളിറ്റിയാണ്. അല്ലാതെ വന്നിറങ്ങിയിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും LDF-ഉം CPIM-ഉം വളരെ പെർഫെക്റ്റ് ആണ്, എല്ലാം കുഴപ്പക്കാരും മൊത്തം അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ ജനം സമ്മതിക്കില്ലല്ലോ. അത് അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ചില കുഴപ്പമുണ്ടെന്നും ആ കുഴപ്പത്തിന് ഞങ്ങളെ പണിഷ് ചെയ്യാൻ ജനം ആലോചിക്കുന്നുണ്ടോ എന്നും അയാൾ സെൻസ് ചെയ്യുന്നു. മുഖ്യമന്ത്രിക്ക് തിരിയാത്തത് ബേബിക്ക് തിരിയുന്നുണ്ടെന്നാണോ നിഷാദ് പറഞ്ഞത്? സംശയമുണ്ടോ? ആളുകളെ അയാൾ വാല്യൂ ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ആ മനുഷ്യൻ ആളുകളെ വാല്യൂ ചെയ്യുന്നു. ജനങ്ങൾക്ക് ഞങ്ങളുടെ പിഴവുകൾ ഓർമ്മയുണ്ട്, അതിന് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടേക്കാം എന്ന് പറയാണ്. ഞങ്ങൾക്കൊരു തെറ്റുമില്ല എന്നല്ല പറയേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് നടത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കാൻ വേണ്ടി അവിടെ പോയി, ഈ ബസ്സിൽ കയറാൻ വേണ്ടി പോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റുകളിൽ അദ്ദേഹം ആൾക്കാരോട് സംസാരിക്കുന്നത് കാണാം. അപ്പം രാവിലെ പ്രഭാത സദസ്സുണ്ട്, പൗരപ്രമുഖരെ വിളിച്ചു വരുത്തി അദ്ദേഹം സംസാരിക്കും. അപ്പം ജനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാനുള്ള പരിപാടിയാണ് പ്രഭാത സദസ്സ്. പ്രഭാത സദസ്സിൽ ജനങ്ങൾ വല്ല വിമർശനവും പറയുന്നുണ്ടോ? ഒരു വിമർശനവും ആർക്കുമില്ല ഈ സർക്കാരിനെ കുറിച്ച്. അങ്ങനെ ഒരു സർക്കാരുണ്ടോ? ഏതെങ്കിലും നിലയ്ക്കുന്ന ഒരു പോയിന്റ് ഒരാൾ വിമർശനം പറയില്ല, അല്ല ഈ ഭാഗം ഒന്ന് ശരിയാക്കാനുണ്ട് എന്നെങ്കിലും പറയില്ലേ? ഈ സർക്കാരിനെതിരെ ഒരു വിമർശനവും ജനങ്ങൾക്കിടയിൽ നിന്നില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു PB അംഗമായ പിണറായി വിജയൻ. എന്ന് വെച്ചാൽ ഈ സർക്കാർ പെർഫെക്റ്റ് ആണ്. അത് എനിക്ക് തോന്നിയത്, ഉദാഹരിക്കാൻ തോന്നിയത്, മമ്മൂട്ടി ഡാൻസ് കളിക്കുമ്പോൾ ആരും മോശമാണെന്ന് പറയില്ലല്ലോ. യെസ്, മമ്മൂട്ടി തമാശ പറയുമ്പോഴും എന്ന് പറഞ്ഞ അല്ല, അതായത് എന്റെ സർക്കാരിന് പിഴവുണ്ടെങ്കിൽ തിരുത്താമെന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു മഹനീയ മാതൃക. പക്ഷേ ആ സദസ്സിന് ഒരു പ്രശ്നവും കൂടെ ഇല്ലേ? ആ സദസ്സ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ക്ഷണിച്ച് വിളിച്ച് വരുത്തിയിരിക്കുന്നവരുടെ സദസ്സാണ്. ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വിമർശനം ഉന്നയിക്കാൻ അത്ര ധൈര്യമുള്ള, പിണറായിയുടെ മുന്നിൽ വിമർശനം ഉന്നയിക്കാൻ അത്ര ധൈര്യമുള്ള എത്ര പേരാണ് വരുന്നുണ്ട്? ആ പോയിന്റ് എടുക്കാം. വിളിച്ചു വരുത്തിയ ആൾക്കാർ പിണറായി വിജയനാൽ ആദരിക്കപ്പെട്ടവരെന്ന് വിചാരിച്ച് ചിലപ്പോൾ അവരൊന്നും പറഞ്ഞു വരില്ല. പക്ഷേ ഈ നാട്ടിൽ, ഈ നിയമസഭയിൽ ഈ സർക്കാരിനെതിരെ വിമർശനമില്ലേ? അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന നവകേരള സദസ്സിൽ 1.5 കോടിയുടെ വണ്ടി മേടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സപ്ലൈകോയുടെ റാക്കിൽ സാധനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നത്. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ തല തല്ലി പൊട്ടിച്ച നടപടി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് തെറ്റാണ് എന്നല്ലേ ആൾക്കാർ പറയുന്നത്. അത് ഞങ്ങൾക്ക് ചെറിയ പാളിച്ച പറ്റി കേട്ടോ. അങ്ങനെ ഹെൽമെറ്റ് വെച്ച് അടിക്കാൻ പാടില്ലായിരുന്നു, ചെടിച്ചട്ടിച്ച് അടിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു വാക്ക്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഗൺമാൻ ഇറങ്ങി വന്ന് പക വീട്ടും പോലെ ആൾക്കാരെ നിലത്ത് കിടത്തി തല്ലി. അത് ശരിയാണോ? ശരിയല്ലെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നിരിക്കെ പിണറായി വിജയൻ വന്ന് അത് മാതൃകാപരമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ചോദ്യം, അത് പാളിച്ചയാണെന്ന് MA ബേബിക്ക് മനസ്സിലാവുന്ന ഞാൻ പറയാം.